ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണോ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ തുറന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ സ്കൂളിലേക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. സ്വത്തുവിൻ്റെ സ്കൂളിലേക്കുള്ള യാത്ര. അപ്പോൾ അതിൻ്റെ രാവിലത്തെ കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അവളെ പോയിട്ട് ഉണർത്താം കേട്ടോ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതാട്ടോ ഒരാൾ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ വീണ്ടും. അങ്ങനെ അതാ നമ്മൾ വേഗം തന്നെ കുളിയും പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശ സ്വത്തുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലുള്ള ഉടുപ്പും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകാനും ഒക്കെ എളുപ്പം തന്നെ എല്ലാം റെഡി ആവട്ടെ. പാൻറ്റ് ഒക്കെ ബെൽറ്റൊക്കെ ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള ഉടുപ്പ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഇതാട്ടോ പിരികും കാര്യങ്ങളൊക്കെ എഴുതി സുന്ദരിയാവാം. ഈ ഒരു കയ്യിലുള്ള ടോയ് ഉണ്ടല്ലേ, ഇതൊരു നമുക്ക് പ്രവേശനോത്സവത്തിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോയ് വെച്ചിട്ടാണ് കേട്ടോ അവൾ എപ്പോഴും കളിയും കാര്യങ്ങളൊക്കെ. ഇതിനെ പൂപ്പി എന്നാണ് കേട്ടോ അവൾ പറയൽ. അപ്പോൾ പിരിയും കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് അതൊക്കെ മായ്ക്കണം കേട്ടോ. അങ്ങനെയാണ് എപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴും. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടി കെട്ടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അവൾ രണ്ട് സൈഡൊക്കെ മുടഞ്ഞിടണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ കൊമ്പായിട്ട് കെട്ടണം എന്നൊക്കെയാണ് കേട്ടോ അവൾ പറയൽ. അപ്പോൾ അതാ നമ്മൾ രണ്ട് സൈഡും കേട്ടോ മുടി കൊമ്പായിട്ട് കെട്ടുന്നുണ്ട്. മുടഞ്ഞിടാനുള്ള അത്രയൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കെട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്ക് ഇവർക്ക് ഉച്ച വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകൊന്നും വേണ്ട. പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം കേട്ടോ ഒരു ഇട സമയത്ത് കഴിക്കാനായിട്ട്. അത് ഈ ഒരാഴ്ച മാത്രം അങ്ങനെ കൊണ്ടുപോയാൽ മതി. പിന്നെയൊക്കെ അവർക്ക് സ്കൂളിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മുടി കെട്ടലും ഇത് ഓൾമോസ്റ്റ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി മുടി കെട്ടിയിട്ട് നമുക്ക് ഇതാട്ടോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊട്ട് വയ്ക്കണം, ഒരു കുറി ഇടണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ അതാ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതാ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നിറയ്ക്കുകയാണ്. അപ്പോൾ ഇതാ വാട്ടർ ബോട്ടിൽ അങ്ങനത്താട്ടോ വെള്ളം നിറയ്ക്കുന്നത്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ പറഞ്ഞാൽ ഫുള്ള് യൂണിക്കോണിൻ്റെ സാധനങ്ങൾ തന്നെ വേണ്ടുള്ളൂ കേട്ടോ. കടയിൽ കയറിയിട്ട് അതൊക്കെ കിട്ടാൻ ഒരു കടയിൽ കയറി അപ്പുറത്തെ കടയിൽ ഉണ്ടാവില്ല. അങ്ങനെ 4-5 കടയിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ സ്കൂൾ ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ബാഗ് യൂണിക്കോണിൻ്റെ പിന്നെ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും പേന ബോക്സ് എല്ലാം അത് യൂണിക്കോണിൻ്റെ വേണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇനി നമുക്ക് സ്നാക്സ് ഏതാണ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ബ്രെഡ്, കേക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോകാറ്. ഇന്നിപ്പോൾ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കീസ് ചോക്ലേറ്റിൻ്റെ ഒരു ഗുഡ് ഡേൻ്റെ ഒരു ബിസ്ക്കറ്റാണ് ഇപ്പോൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ, കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കൊടുത്തയച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ നമ്മൾ കൊടുത്തയക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞു കേട്ടോ അവൾ എനിക്ക് റംബൂട്ടാൻ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കൊടുത്തയക്കാനൊരു പേടി. സ്നാക്സായിട്ട് റംബൂട്ടാനും പിന്നെ ഇവിടെ ഉള്ളത് വാട്ടർ മെലനാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും വാട്ടർ മെലൻ ആണെങ്കിൽ കൊടുത്തയച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അതിങ്ങനെ വെള്ളം അങ്ങനെ ആവുമോ, അങ്ങനെ ആയിക്കഴിഞ്ഞാലും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ കൊടുത്തയക്കാനൊരു പേടി. അതിൻ്റെ കുരു ഇനിയിപ്പോൾ തൊണ്ടയിലിരിക്കുമോ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ മര്യാദയ്ക്കും പോലെ തന്നെ കഴിക്കുന്നാലും നമുക്ക് കൊടുത്തയക്കുമ്പോഴൊക്കെ പേടിയാണ്. നമ്മൾ മുന്നിൽ നിന്ന് കഴിക്കണ പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊന്നും കൊടുത്തയച്ചില്ല കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് തന്നെയാണ് കൊടുത്തയച്ചത്. പിന്നെ റംബൂട്ടാൻ കേട്ടോ ഇവിടുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കഴിക്കുകയാണ്. അങ്ങനെ ഇതാ സ്കൂൾ ബസ് വരാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ്റെ തോല് ഞാൻ അവിടെ ഇടല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇട്ടു കേട്ടോ. ഞാൻ അവിടെ ഇടല്ലേ, ഇവിടെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ ഇതാ മുറ്റത്തേക്ക് വലിച്ചെറിയൽ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഇതാ ബസ്സിൻ്റെ ടൈമൊക്കെ ആയിട്ടോ, ബസ് വരാറായി. അങ്ങനെ ഇതാ നമ്മൾ ബസ് വന്നു, അതാ അവർ പോയി കേട്ടോ. അങ്ങനെ ഇതാ സ്വത്ത് പോയ നേരത്ത് നമുക്കിനി വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ രാവിലെ
എന്താ പറയുക ദോശയും സാമ്പാറും അതുപോലെ തന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി അതുപോലെ തന്നെ മുതിര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതിര കണ്ടപ്പോൾ എനിക്ക് മുതിര ഇങ്ങനെ കുത്തിക്കാച്ചാനായിട്ട് തോന്നുക. കുത്തിക്കാച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിര വേവിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു കറി. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ആ ഒരു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഉച്ചവരെ ആയതുകൊണ്ട് തന്നെ 10:30 10:15 സ്കൂൾ ബസ് കേട്ടോ. അപ്പോൾ 10:15 ആകുമ്പോൾ സ്കൂൾ ബസ് വന്നിട്ട് അതിൻ്റെ ശേഷം ഒരു 12:30 വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഇവിടെ വരുമ്പോഴത്തേനും കുറച്ച് നേരമാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം തന്നെ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. നേരത്തെ കഴിയലുണ്ട്, പക്ഷെ നമ്മളിന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാം. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് നമുക്ക് കോവയ്ക്കാണ് കേട്ടോ ഉള്ളത്. കോവയ്ക്കുപ്പേരി സ്വത്തുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക പച്ചക്ക് ഇങ്ങനെ കഴിക്കലുണ്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ ഈ പച്ചക്ക് കഴിക്കണത്. എനിക്കിങ്ങനെ ഉപ്പേരി ആയിട്ട് കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഏട്ടനൊക്കെ ഇങ്ങനെ പച്ചക്ക് കഴിക്കലുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ചക്കയില്ലേ, അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പഴഞ്ചക്കയാണ്. അപ്പോൾ അത് പഴുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ, പഴുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി അത് പഴുത്ത് കഴിഞ്ഞിട്ട് വേണം മുറിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഇനിയിപ്പോൾ തുണികൾ കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കേട്ടോ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിനെ വിശ്വസിക്കാനും പറ്റില്ല. മഴ ഇപ്പോൾ തിരുമ്പി പുറത്തേക്ക് ഇട്ട അപ്പം തന്നെ മഴയും വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഉപ്പേരി റെഡിയാക്കി എടുക്കാം. ഇനി അടുപ്പത്ത് നമുക്ക് ഇനി ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വേവിക്കാൻ വെച്ചതിൻ്റെ ശേഷം നമുക്ക് വേഗം തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ തിരുമ്പാൻ പോകണുള്ളൂ. കാരണം വെയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വെയിൽ കണ്ടിട്ട് പോണ പോലെ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഇനി പോയിട്ട് തിരുമ്പാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരി അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഉപ്പേരി എല്ലാ കറി നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതാട്ടോ ഉള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ അതിൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അതൊന്ന് തിളച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളുടെ ഉപ്പേരി ഇതാട്ടോ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ തന്നെ നമുക്കിനി വേഗം പോയിട്ട് ബാക്കിയുള്ള പാത്രം കഴുകലും അങ്ങനെയുള്ളതൊക്കെ അടുക്കളയിലുള്ള പണികളൊക്കെ ഇനി നമുക്ക് വേഗം തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാട്ടോ അടുക്കളപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ തിരുമ്പിക്കുളിയാണ് കേട്ടോ അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ തിരുമ്പലൊക്കെ നടത്താം. കാരണം ഇന്നിപ്പോൾ രാവിലത്തെ ആ മഴയ്ക്ക് ശേഷം പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാണ് മഴ വരിക എന്ന് പറയാൻ പറ്റും. പക്ഷേ വെയിൽ കാണുമ്പോൾ ഇപ്പോഴൊന്നും മഴ പെയ്യത്തില്ല എന്ന് തോന്നുന്നു. എപ്പോഴാണ് പെയ്യാന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ തിരുമ്പാനായിട്ട്. പുതിയ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. കാരണം വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ മാത്രമേ ഇട്ടോ പുറത്തൊന്നും അലക്കാറുള്ളൂ. അങ്ങനെ നമുക്കിനി വേഗം തന്നെ തിരുമ്പി എടുക്കാം. നമ്മളെ പണി ഈ ഒരു രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും മോള് സ്കൂള് വിട്ട് വരും കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു 1 വീക്ക് ഉച്ച വരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എത്തും. അപ്പോൾ നമുക്ക് അവൾ വരുമ്പോഴത്തേനും എല്ലാ പണിയൊക്കെ കഴിച്ച് വെച്ചാൽ പിന്നെ അവളുടെ കൂടെ ഇരുന്ന് കളിക്കലും അങ്ങനെ വർത്താനം പറയലൊക്കെ ആവും. പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതൊക്കെ കഴിച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റ ഉടനെയുള്ള അങ്ങനെ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മളുടെ ഈ ഒരു വീഡിയോ. അതായത് എന്താ പറയുക, മോള് എണീറ്റിട്ടുള്ള ഒരു സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളും അവൾക്കുള്ള ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. പിന്നെ അവൾ പോയതിൻ്റെ ശേഷമുള്ള എൻ്റെ ഒരു കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ വീഡിയോസായിട്ട് എടുത്തിട്ടുള്ളത്. അവൾ പോയതിൻ്റെ ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യുകയാണ് അങ്ങനെയുള്ള, അതായത് ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെയൊക്കെ തോരട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ വെയിൽ നല്ല ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.